ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത് പുതിയ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. ന്യൂറ ടെക്നോളജീസ് എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. നമ്മൾ പലതരം പ്ലാനുകൾ ചെയ്തിട്ടുണ്ട്, ട്രേഡിംഗ് ചെയ്തിട്ടുണ്ട്, സ്റ്റേക്കിംഗ് പ്ലാനുകൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്ലാനുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനേക്കാളെല്ലാം ഒരുപാട് ഡിഫറൻസ് ഉള്ളൊരു കൺസെപ്റ്റാണ് ന്യൂറ ടെക്നോളജീസ് എന്ന ഈ ഒരു പുതിയ കമ്പനി നമ്മളിലേക്ക് എത്തിക്കുന്നത്. ന്യൂറ ടെക്നോളജീസ് എന്നൊരു കമ്പനി ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ കൂടെ ക്യാഷ് ബാക്ക് എന്നൊരു സിസ്റ്റം. എക്സാമ്പിൾ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ഒരു 100 രൂപ അടുത്തൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു 10 രൂപ നമുക്ക് കസ്റ്റമറിന് ക്യാഷ് ബാക്ക് കിട്ടിയാൽ അത് കസ്റ്റമർ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. ഓക്കെ, അപ്പം അതിന് കോമ്പറ്റീഷൻ ആയിട്ടിരിക്കുന്നൊരു പ്രോഡക്റ്റിന് ഇതേപോലെ ക്യാഷ് ബാക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ക്യാഷ് ബാക്ക് കൊടുക്കുന്ന കമ്പനികളിലായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു കസ്റ്റമറായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് ക്യാഷ് ബാക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് നമ്മൾ സാധനം മേടിക്കാറുള്ളത്. ഈ ഒരു ക്യാഷ് ബാക്ക് എന്ന സിസ്റ്റം എല്ലാ കമ്പനിയും, വേൾഡ് വൈഡുള്ള എല്ലാ കമ്പനിയും, ലീഡിങ് കമ്പനിയോടും കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. കാരണം അവരുടെ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ക്യാഷ് ബാക്ക്. ഇതൊരു കോമ്പറ്റീഷൻ മേഖല. നമുക്കറിയാം, പല വേൾഡ് വൈഡ് കമ്പനികളും ഇതെല്ലാം ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു കോമ്പറ്റീഷൻ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം വലിയ രീതിയിലുള്ള ക്യാഷ് ബാക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂറ ടെക്നോളജീസിൻ്റെ കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു AI സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഇത്തരം വലിയ കമ്പനികൾ കൊടുക്കുന്ന ക്യാഷ് ബാക്കിനെ ഫുള്ള് അനലൈസ് ചെയ്തിട്ട് ആ ഒരു ക്യാഷ് ബാക്ക് നമുക്ക് പ്രോഫിറ്റായിട്ട് നമ്മുടെ വാലറ്റിലോട്ട് നേടിയെടുക്കുന്ന സിസ്റ്റമാണ് ന്യൂറ ടെക്നോളജീസ് എന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം AI ഇൻ്റലിജൻസ് പറയുന്നത് ഇപ്പം വേൾഡിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് വേൾഡിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം AI വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ജോലികൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വ്യക്തി ഇരുന്ന് ചെയ്യേണ്ട ജോലി, 1000 വ്യക്തി ഇരുന്ന് ചെയ്യേണ്ട ജോലി ഒരു AIക്ക് മണിക്കൂറുകൾ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം വേൾഡിലുള്ള ഒരുപാട് ജോലി വേക്കൻസികൾ AI വെച്ചിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പാസീവ് ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് മിനിമം നമുക്ക് $50 ഈ ഒരു പ്ലാറ്റ്ഫോമിലെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അത് ക്രിപ്റ്റോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇന്ത്യൻ മണി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ, നമ്മളൊരു $100 ഇൻവെസ്റ്റ് ചെയ്താൽ, അതായത് ഒരു 9,000 രൂപ നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം കൊണ്ട് അത് 1 കോടി രൂപയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് കോമ്പൗണ്ടിങ് എന്ന സിസ്റ്റത്തിൻ്റെ പവർ വെച്ചിട്ടാണ്. അതല്ല, നമുക്ക് മന്ത്ലി $100 ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാ മാസവും നിങ്ങൾക്ക് പാസീവായിട്ട് ഒരു 4,000 രൂപ, 4,500 രൂപ പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു മാസം 35 മുതൽ 40% വരെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പാസീവായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുന്നത്. ന്യൂറ ടെക്നോളജി പറയുന്നത് ഇപ്പോൾ ഗ്ലോബലി വേൾഡ് വൈഡായിട്ട് റീച്ച് ആയി കൊടുക്കുന്ന പ്രൊജക്റ്റാണ്. ഒരു മാസമായിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ലോഞ്ചായിട്ട് നിലവിൽ ആരൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതും ക്രിപ്റ്റോ ആയിട്ട് ചെയ്യുന്നു, മിനിമം $50 നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു 9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് 2 വർഷം കൊണ്ട് അത് 1 കോടിയാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എത്രത്തോളം പ്രോഫിറ്റ് ഒരു മാസം കിട്ടും, എങ്ങനെയാണ് ആ പ്രോഫിറ്റ് കിട്ടുന്നത്, പിന്നെ അതിനകത്തുള്ള ഡെപ്പോസിറ്റ് എങ്ങനെയാണ്, വിഡ്രോവൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്ന പ്ലാറ്റ്ഫോമിലെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് $50 ആണ്. അതായത് ഇന്ത്യൻ മണി നമുക്ക് 4,500 ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ മിനിമം വിഡ്രോവൽ എമൗണ്ട് വരുന്നത് വെറും $10 ആണ്. $10 ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് വിഡ്രോവൽ ചെയ്യാം. വിഡ്രോവൽ നമുക്ക് എപ്പം വേണമെങ്കിലും ചെയ്യാം, എനി ടൈം ചെയ്യാം. ഡെയിലി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ആഴ്ച ചെയ്യണമെങ്കിൽ ചെയ്യാം, എങ്ങനെയുള്ള ചെയ്യാം. നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വിഡ്രോവൽ ടൈം എന്ന് പറയുന്നത് 24 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ വാലറ്റിലേക്ക് ഈ ഒരു എമൗണ്ട് വരുന്നതായിരിക്കും. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തുള്ള ഇൻ്റർഫേസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതിനായിട്ട് ആദ്യം ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ലോഗിനായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ വെർച്വൽ കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വെർച്വൽ കാർഡാണ്. ഇവിടെ ഏകദേശം $69 എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വെറും $50 ആണ്. $50 ഒരു മാസം കൊണ്ട് ഏകദേശം $69 എനിക്ക് പ്രോഫിറ്റ് എൻ്റെ വെർച്വൽ കാർഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, $69 എന്ന് പറയുമ്പോൾ ഏകദേശം 105% പ്രോഫിറ്റ് എനിക്ക് ഒരു മാസം കൊണ്ട് എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ പ്രോഫിറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പെൻഡിങ് ബാലൻസ് 17.87 കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ എൻ്റെ ടോട്ടൽ മൈ ക്യാഷ് ബാക്ക് കിടക്കുന്ന എമൗണ്ട് ടോട്ടൽ കിടക്കുന്നത് 87 ആണ്. ഇവിടെ അവൈലബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ $69 ആണ് എനിക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്ന എമൗണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ പോയി നിങ്ങൾക്ക് ഡൗട്ട് കാണും, ഞാനത് വഴിയെ പറഞ്ഞുതരാം എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഓക്കെ, ഓരോ ദിവസം എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്, എത്ര കിട്ടിയെന്നുള്ളത്. ഓക്കെ, $5, $7 എന്നിങ്ങനെ ഓരോ നിങ്ങൾക്ക് പ്രോഫിറ്റുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ലാസ്റ്റ് സെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ലാസ്റ്റ് സെയിൽ ക്ലിക്ക് ഇവിടെ സൈഡിൽ തന്നെ ഓരോ കമ്പനികൾ, വലിയ വലിയ കമ്പനി, അലി എക്സ്പ്രസ്,
മറൈൻ ഫ്രഷ് കോസ്മെറ്റിക്സ്, ലക്ഷറി ക്ലോസറ്റ്, അങ്ങനെ ഓരോ കമ്പനിയിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റുകൾ 20%, 7%, 3%, 1% എന്നുള്ള പ്രോഫിറ്റാണ്. അപ്പം നമുക്ക് അതിൻ്റെ CO എന്ന് കാണാം. ആ CO ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇപ്പം ഇത്രയും സെയിലുകൾ, ഇത്രയും കമ്പനികളിൽ നമ്മൾ ക്യാഷ് ബാക്കിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടെ സെയിൽ എമൗണ്ട് കാണിക്കും. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത ഡേറ്റ് 23-ാം തീയതി അലി എക്സ്പ്രസ് എന്ന കമ്പനിയിൽ $13 നമ്മൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസിങ് കൊടുത്തു. അതിൻ്റെ ക്യാഷ് ബാക്ക് വന്നിരിക്കുന്നത് 20% ക്യാഷ് വന്നിരിക്കുന്നത്. അതായത് $1.45 നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വന്നു. അതിനകത്ത് പ്ലാറ്റ്ഫോമിൻ്റെ ഫീസ് $1.19 കഴിഞ്ഞാൽ ബാക്കി എമൗണ്ടാണ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഇവിടെ സ്റ്റാറ്റസ് വെയിറ്റിംഗ് ആണ് കാണിക്കുന്നത്. കാരണം ആ ഒരു ക്യാഷ് ബാക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാനായിട്ട് എത്ര ദിവസം എടുക്കും നോക്കാം. ഇവിടെ തന്നെ 79 ദിവസം എന്ന് കാണിക്കുന്നുണ്ട്. ടോട്ടലി 79 ദിവസത്തേക്കാണ് നമുക്ക് ആ ഒരു ക്യാഷ് ബാക്കിന് ഡേറ്റ് വന്നിരിക്കുന്നത്. ഇനി 78 ദിവസം ലെഫ്റ്റ് ആണ്. 78 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ $1.45 നമ്മുടെ അക്കൗണ്ടിലായിട്ട് ക്രെഡിറ്റ് ആവും. അങ്ങനെ ഓരോന്ന് കാണിക്കുകയാണെങ്കിൽ 42 ദിവസം, 30 ദിവസം, 44 ദിവസം, 130 ദിവസം, 47 ദിവസം, 24 ദിവസം, അങ്ങനെ ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ക്യാഷ് ബാക്ക് ഓരോ കമ്പനിയിലേക്കും കൊടുത്തേക്കുവാണ്. അപ്പം ഈ ഒരു ഡേറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ പൈസ ക്രെഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ക്രെഡിറ്റ് ആയ എമൗണ്ടാണ് എൻ്റെ ഈ വെർച്വൽ കാർഡിൽ കാണുന്ന $69.74. എനിക്ക് എപ്പം വേണമെങ്കിലും ഈ ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇനി വേൾഡ് വൈഡ് റീച്ച് ആകാൻ പോകുന്ന വലിയൊരു ഗ്ലോബൽ പ്രൊജക്റ്റായി മാറാൻ പോകുന്ന കമ്പനിയാണ്. കാരണം ഇനി തൊട്ട് ഇവരുടെ ഓഫ്ലൈൻ ക്യാഷ് ബാക്ക് സിസ്റ്റം വരുന്നുണ്ട്. ഓഫ്ലൈൻ ക്യാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വലിയ വലിയ കമ്പനികളിലുള്ള ക്യാഷ് ബാക്കുകൾ നമുക്ക് കിട്ടാൻ വേണ്ടി ഇവരുടെ ഈ വെർച്വൽ കാർഡിലോട്ട് പോയിട്ട് അവിടുന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ആണെങ്കിൽ 1.5% വരെ നമുക്ക് ക്യാഷ് ബാക്കുകൾ ഈ ഷോറൂമിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻകം എങ്ങനെയാണ് കിട്ടുന്നത് കാണിച്ചു തന്നു. ഇനി നമ്മൾ ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എത്ര? $50 ആണ്. $50 ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യേണ്ടത് എല്ലാ ഞായറാഴ്ചയും പോയിട്ട് ഇവിടെ ആക്റ്റീവ് റോബോട്ട് സെക്ഷൻ കാണാം. ഇത് ഇന്നാക്റ്റീവ് ആണ്. അതായത് എല്ലാ ഞായറാഴ്ചയും ഈ ബോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അത് എല്ലാ ഞായറാഴ്ചകളും നമ്മൾ ആക്റ്റീവ് റോബോട്ട് എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കേ വേണ്ടിയുള്ളൂ. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഇനി വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് ആക്റ്റീവ് റോബോട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണാം റോബോട്ട് ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി ഓൺ ആക്ടിവേഷൻ ഡേ. അതായത് എല്ലാ ഞായറാഴ്ച നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഈ ബോട്ട് ഒന്ന് ഓൺ ചെയ്തെടുക്കുക മാത്രമാണ്. ഓക്കെ, ന്യൂറോടെക് എന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്ലാനാണ്. തുടക്കത്തിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അവർക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ജെനുവായിട്ടുള്ള രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. വെറും $100 സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമുക്ക് 1-2 വർഷം കൊണ്ട് തന്നെ $1 കോടിയോളം പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാനാണ് ന്യൂറോടെക് എന്ന് പറയുന്നത്. ചെറിയ കാര്യമല്ല, വലിയൊരു പ്ലാൻ തന്നെയാണ്. ഗ്ലോബലി റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാനാണ്. ഒരിക്കലും മിസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് വലിയ വലിയ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അത് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഇതുപോലെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ മാക്സിമം പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഡൗട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ന്യൂറോടെക് എന്ന പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് കിട്ടിയ റെഫർ ലിങ്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇവിടെ താഴെയായിട്ട് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കും. അപ്പോൾ അതിനകത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഐ ആം റെഡി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ പേജ് വരും. ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് നെയിമാണ്. നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ നെയിം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ ലാസ്റ്റ് നെയിമും അടിച്ചു കൊടുക്കുക. ശേഷം അതിന് താഴെ യൂസർ നെയിം എൻ്റർ ചെയ്യാൻ ചോദിക്കും. അതാണ് നമ്മുടെ ലോഗിൻ നെയിം. അപ്പോൾ യൂസർ നെയിമിനകത്ത് നമ്മുടെ പേര് തന്നെയാണ് കൊടുക്കേണ്ടത്. പേര് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് വേണം ഇവിടെ ടൈപ്പ് കൊടുക്കാം യൂസർ നെയിമായിട്ട്. ഞാനിവിടെ അരുൺരാജ് 1 എന്ന് കൊടുത്തു. അതിന് താഴെയായിട്ട് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാൻ ചോദിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇന്ത്യ സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് മെയിനാണ്. നമ്മുടെ OTP കാര്യങ്ങളെല്ലാം വരുന്നത് ഇമെയിൽ അഡ്രസ്സിലോട്ട് ഇറങ്ങി വരുന്നത്. നമ്മൾ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തു. അതിന് താഴെയായിട്ട് നമ്മുടെ പാസ്വേഡ് എൻ്റർ ചോദിക്കും. അവിടെ ഒരു സ്ട്രോങ് പാസ്വേഡ് എടുക്കുക. ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒരു നമ്പരും ഒക്കെ ഉള്ള ഒരു സ്ട്രോങ് പാസ്വേഡ് എടുക്കുക. ഞാനിവിടെ അരുൺരാജ് 123 എന്ന് കൊടുത്തു സ്ട്രോങ് പാസ്വേഡായിട്ട്. അതിന് താഴെ തന്നെ കൺഫേം പാസ്വേഡ് കൊടുത്തിട്ട് അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ശേഷം അതിന് താഴെയുള്ള ഇവിടെ സ്വൈപ്പ് റൈറ്റ് ടു കൺഫേം എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ആരോ അറ്റത്തുനിന്ന് വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് മാറ്റുക. ഓക്കെ, അത് കൺഫേം ആയിട്ടുണ്ട്. ശേഷം താഴെയുള്ള കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് $50 ഫ്രീ ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലെയിം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അതിനായിട്ട് നമുക്ക് നമ്മുടെ ഹോം പേജിൽ താഴെ തന്നെ ഡാഷ്ബോർഡ് നമ്മുടെ ക്യാഷ് ബാക്ക് എന്ന് കാണാം. ആ ക്യാഷ് ബാക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്യാഷ് ബാക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ നമുക്ക് ഗെറ്റ് എ ബോണസ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പം ഗെറ്റ് എ ബോണസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് എ ബോണസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെൽക്കം കോഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ആ വെൽക്കം കോഡിനകത്താണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ അപ്ലൈൻ ആരാണോ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവരൊരു അഡ്രസ്സ് അയച്ചു തരും. ആ ഒരു അഡ്രസ്സ് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് $50 കിട്ടുന്നത്. അപ്പം ആ ഒരു അഡ്രസ്സ് അവരിൽ നിന്ന് മേടിച്ച ശേഷം അത് കോപ്പി ചെയ്തതിന് ശേഷം ഈ വെൽക്കം കോഡിനകത്ത് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ സൈഡിലുള്ള ഗെറ്റ് എ ബോണസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഷെയർ കോഡ് ആക്ടിവേറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി തിരിച്ച് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോവുക. ഡാഷ്ബോർഡിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അഡ്വാൻസ് ADV ബാലൻസ്, അഡ്വാൻസ് ബാലൻസ് എന്നാണ്. അപ്പം അഡ്വാൻസ് ബാലൻസ് ആയിട്ട് നമുക്ക് $50 ക്യാഷ് വന്നിട്ടുണ്ട്. അപ്പം 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് അഡ്വർടൈസിങ് ബഡ്ജറ്റിലേക്ക് മാറും. അപ്പോഴാണ് നമുക്ക് അത് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ടായിട്ട് മാറുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ നമ്മളൊരു $50 നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു $50 ഇട്ടാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് വിഡ്രോ ഇത് കിട്ടുന്ന പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും ഒരു $50 ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എമൗണ്ട് $100 ആയിട്ട് മാറും. അപ്പം അതിൽ ഒരു $35 നമുക്ക് എല്ലാ മാസവും നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിയുമ്പോഴേ അത് അഡ്വർടൈസിങ് ബഡ്ജറ്റോട്ട് മാറത്തുള്ളൂ. അതായത് നമ്മളിപ്പം എപ്പോഴാണോ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത സമയം കഴിഞ്ഞിട്ട് 48 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അഡ്വർടൈസിങ് ബഡ്ജറ്റിലേക്ക് ആ ഒരു എമൗണ്ട് മാറി പിന്നെ തൊട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് ക്രെഡിറ്റ് ആയിക്കോളും. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ന്യൂറാടെക് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നതാണ്. ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് ഹോം പേജിൽ ഏറ്റവും താഴെയായിട്ട് ടോപ്പ് അപ്പ് എന്ന ഓപ്ഷൻ കാണാം. ആ ടോപ്പ് അപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ എൻ്റർ ദ എമൗണ്ട് എന്ന് കാണിക്കും. അപ്പം അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഫിയാറ്റ് കറൻസി, ക്രിപ്റ്റോ, ക്യാഷ് ബാക്ക്, ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷൻ കാണാം. അതിനകത്ത് ക്രിപ്റ്റോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ഫിയാറ്റ് കറൻസി ഇന്ത്യയിൽ അലൗഡ് അല്ല. അതുകൊണ്ട് ക്രിപ്റ്റോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ എൻ്റർ എമൗണ്ട് കാണിക്കും. അവിടെ എൻ്റർ എമൗണ്ട് നിങ്ങൾ എത്ര എമൗണ്ട് ആണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് അടിച്ചു കൊടുക്കുക. നമുക്ക് മിനിമം $50 തൊട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. $50 എത്ര എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഞാനിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് $100 ആണ്. $100 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് കൊടുത്തതിന് ശേഷം താഴെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. അപ്പം അതിനകത്ത് കുറേ നെറ്റ്വർക്ക് കാണിക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ള നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. ഞാനിപ്പം TRC20 ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതിനുശേഷം താഴെയുള്ള ആഡ് ഫണ്ട്സ് എന്ന ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതിനകത്ത് നമ്മുടെ മെർച്ചൻ്റ് ID അതുപോലെ തന്നെ നമ്മളെ നെറ്റ്വർക്ക് TRC20 ആണ്. നമ്മൾ എത്ര എമൗണ്ട് ആണ് അടിച്ച് $100 ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് വെയിറ്റിംഗ് ആണ്. അത് റീലോഡിംഗ് ടൈം 30 സെക്കൻഡ് ഓരോ ടൈമിലും കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ 30 സെക്കൻഡ് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. അത് ജസ്റ്റ് ഓരോ ടൈമിൽ റീഫ്രഷ് ആവുകയാണ്. അപ്പം ഈ താഴെയുള്ള അഡ്രസ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക. കോപ്പി കൊടുക്കുക. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ $100 കൊടുത്തെങ്കിൽ പോലും $102.705 നമ്മൾ സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ $100 കൊടുത്തെങ്കിൽ 102 വേണം നമ്മൾ സെൻഡ് ചെയ്യാനായിട്ട്. ആ ഒരു എമൗണ്ട് മിസ്റ്റേക്ക് ആവരുത്. അപ്പോൾ അത് കോപ്പി അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫണ്ട് എവിടെയാണ് കിടക്കുന്നത് അവിടെ പോയിട്ട് ആ ഒരു ഫണ്ട് വിഡ്രോ കൊടുക്കുക. അപ്പോൾ നമ്മൾ 100 കൊടുത്തെങ്കിലും ഇവിടെ 102.75 കൊടുത്തേക്കുന്നത്. അപ്പം ആ ഒരു എമൗണ്ട് തന്നെ നമ്മൾ ബിനാൻസ് ആണെങ്കിൽ സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു എക്സാക്റ്റ് എമൗണ്ട് തന്നെ ഞാൻ ബിനാൻസിൽ നിന്ന് ഇപ്പം സെൻഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ന്യൂറോടെക്കിൻ്റെ പേജിൽ ആ ഒരു പേജിലേക്ക് പോവുക. അപ്പം നമുക്കിവിടെ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫണ്ട് ഇവിടെ റിസീവ് ആയിട്ടുണ്ടെന്നാണ് മെസ്സേജ് വന്നത്. അപ്പോൾ അതൊന്ന് ക്ലോസ് കൊടുക്കുക. അപ്പം അവിടെ തന്നെ നമ്മൾ തൊട്ട് മുകളിലോട്ട് കാണിക്കും $98.75 നമുക്ക് റിസീവ് ആയിട്ടുള്ളത്. അതായത് പ്ലാറ്റ്ഫോമിൻ്റെ ഫീസും കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബാലൻസ് ഹോം പേജിൽ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ ADV ബാലൻസ് അഡ്വാൻസ് ബാലൻസിനകത്ത് 148 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ന്യൂറാടെക് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് വിഡ്രോവൽ ചെയ്യുന്നതാണ്. വിഡ്രോവൽ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് അഡ്രസ്സ് ചോദിക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് TRC20 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ TRC20 സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സൈഡിൽ തന്നെ വാലറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ TRC20 അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ TRC20 അഡ്രസ്സാണ് അവിടെ പേസ്റ്റ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് അടിച്ചു കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ടോട്ടൽ $1045 അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഫീസ് 44 ഫീസ് കഴിഞ്ഞാലും $1000 എനിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. നമുക്ക് വിഡ്രോവൽ ഫീസ് വരുന്നത് 4% ഫീസാണ് വരുന്നത്. പ്ലസ് എക്സ്ട്രാ $2 നമുക്ക് ഫീസായിട്ടും പോകുന്നുണ്ട്. ഇപ്പോൾ ടോട്ടലി $45 ഫീസ് കഴിഞ്ഞിട്ട് $1000 എൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും.
അപ്പോൾ ഇവിടെയുള്ള ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ വിഡ്രോവൽ ഇവിടെ പെൻഡിങ് ആണ്. ഏകദേശം 5 മണിക്കൂറിന് ശേഷം എൻ്റെ വിഡ്രോവൽ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ ട്രാൻസ്ഫർ ലിസ്റ്റ് നോക്കുമ്പോൾ $1000 സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ട്രോൺ വാലറ്റ് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ട്രോൺ വാലറ്റിൽ $1000 പ്രോഫിറ്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ന്യൂറാടെക് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് വിഡ്രോവൽ ചെയ്യുന്നത്.